ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലെ നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യം. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളിച്ചെയ്തു. ഒരു കാലത്ത് റോസാപ്പൂവിന് തൻ്റെ സൗന്ദര്യത്തിൽ അഭിമാനം തോന്നി. അവൾക്കുണ്ടായിരുന്ന ഒരേ ഒരു നിരാശ ഒരു വൃത്തികെട്ട കള്ളിച്ചെടിയുടെ അരികിൽ വളർന്നതാണ്. മറ്റെല്ലാ ദിവസവും റോസ് കള്ളിച്ചെടിയുടെ രൂപത്തെ അപമാനിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കള്ളിച്ചെടി ഒന്നും പറഞ്ഞില്ല. ഈ കള്ളിച്ചെടി എത്ര വൃത്തികെട്ടതായി തോന്നുന്നു, റോസ് പറയുമായിരുന്നു. റോസാപ്പൂവിന് ചുറ്റുമുള്ള മറ്റെല്ലാ സസ്യങ്ങളും പൂക്കളും മരങ്ങളും നിഷ്കളങ്കനായ കള്ളിച്ചെടിയെ ഭീഷണിപ്പെടുത്തുന്നതിൽ നിന്നും റോസാ ചെടിയെ തടയാൻ ശ്രമിച്ചു. പക്ഷേ റോസാപ്പൂവ് അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി അവരെ ശ്രദ്ധിക്കാൻ കൂട്ടാക്കിയില്ല. വസന്തം കഴിഞ്ഞു, വേനൽ വന്നു, മഴ പെയ്തില്ല. ഒരിക്കൽ അഭിമാനിയായ മനോഹരമായ റോസാപ്പൂ പതുക്കെ നിറം മങ്ങി വാടാൻ തുടങ്ങി. ഒരു പക്ഷി കള്ളിച്ചെടിയിൽ കൊക്കുകുത്തി അതിൽ നിന്നും വെള്ളം കുടിക്കുന്നത് റോസ് കണ്ടു. കള്ളിച്ചെടിയുടെ സഹായം സ്വീകരിക്കുവാൻ റോസാപ്പൂവിന് ലജ്ജ തോന്നി. പക്ഷേ ഒടുവിൽ അവൾ ചോദിച്ചു, എനിക്ക് കുറച്ച് വെള്ളം തരുമോ, അല്ലെങ്കിൽ ഞാൻ ഉടൻ മരിക്കും. അയാൾ കള്ളിച്ചെടിയോട് പറഞ്ഞു. ദയുള്ള കള്ളിച്ചെടി സമ്മതിച്ചു. പക്ഷി റോസാപ്പൂവിന് വെള്ളം കൊടുത്തു. ആരെയും അവരുടെ വേഷവിധാനം നോക്കി വിലയിരുത്തരുത്. ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ലളിതമായ രൂപഭാവം ഉണ്ടായിരിക്കാം, പക്ഷേ യഥാർത്ഥത്തിൽ പ്രധാനം അവരുടെ ആന്തരിക സൗന്ദര്യമാണ്. അതാണ് നാം ഇന്ന് കുറിവാക്യത്തിൽ വായിച്ചു കേട്ടത്. ശമൂവേലിൻ്റെ ജീവചരിത്രത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്, മനുഷ്യൻ പുറമേ ഉള്ളതാണ് നോക്കുന്നത്, എന്നാൽ ഹൃദയങ്ങളെ അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചന കേൾവി നമ്മെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ളവരെ ഒരിക്കലും ഞങ്ങളുടെ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് വിലയിരുത്തുവാൻ അനുവദിക്കരുതേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നതായിട്ടുള്ളൊരു കർത്താവ് ഞങ്ങളുടെ മുമ്പിലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും അംഗീകരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് അവിടുന്ന് നൽകണമേ. കുറവുകളെയൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.